1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ മലബാർ 150 വർഷക്കാലം ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിൽ എവിടെയും സിവിലിയന്മാർ, ഇന്ത്യയിൽ മലബാറിൽ മാത്രമാണ് സിവിലിയന്മാർ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തത്. ഇന്ത്യയിൽ ഇവിടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും അടക്കമുള്ള ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ മനുഷ്യർ മാത്രമാണ് ഇന്ത്യയിൽ. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഒരു ജനത ഒന്നടങ്കം അവരുടെ കയ്യിൽ കിട്ടിയ വാരിക്കുന്തവും അവരുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഒരു ജനത സിവിലിയന്മാർ പോരാട്ടം നടത്തിയത് ഈ മലബാറിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് ഉണ്ടായത്. അതുകൊണ്ടാണ് മാപ്പിള ഔട്ട്റൈഡേഴ്സ് ആക്ട് ഉണ്ടായത്. പക്ഷെ ഈ സമയത്ത് നമ്മൾ അന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു, അന്ന് നമ്മൾ അവരുടെ ഭാഷകൾക്കെതിരായിരുന്നു, അന്ന് അവരുടെ വസ്ത്രങ്ങൾക്കെതിരായിരുന്നു, അന്ന് നമ്മൾ അവരുടെ സംസ്കാരത്തിനെതിരായിരുന്നു, അന്ന് അവരുടെ ഫാക്ടറികൾക്കെതിരായിരുന്നു, അന്ന് അവർ മുന്നോട്ട് വെച്ച എല്ലാ രാഷ്ട്രീയത്തിനെയും നമ്മൾ എതിർത്തിരുന്നു. അതേസമയം 1947 മുമ്പ് തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും അവസ്ഥ എന്താ? അവിടുത്തെ രാജാക്കന്മാർ അന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പ്രിൻസിലി സ്റ്റേറ്റുകളാണ്. എന്താ ഈ പ്രിൻസിലി സ്റ്റേറ്റ്? അന്ന് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ആനുകൂല്യങ്ങളിൽ കഴിഞ്ഞിരുന്ന രാജ്യങ്ങളാണ്. ഞങ്ങൾ ഇതിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ അന്ന് അതുകൊണ്ടാവണം അവർക്ക് കേരള സർവകലാശാല അന്ന് കേരളത്തിലുണ്ട്, അന്ന് കേരളവർമ്മ കോളേജ് ഉണ്ട്, അന്ന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം മലബാറിലേക്ക് വരാതിരുന്നത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. അന്ന് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ വിളനിലമായിരുന്നു ഈ നാട്. അങ്ങനെ 1957 1947 കഴിഞ്ഞ് 57 കേരള സംസ്ഥാനം ഉണ്ടാകുന്നത്. 1957 കേരള സംസ്ഥാനം ഉണ്ടാകുമ്പോ ഈ നാടിനകത്ത് മലബാർ ആ തിരുവിതാംകൂറിനോടും തിരുക്കൊച്ചിയോടും ചേർക്കുമ്പോ മലബാറിന്റെ പിന്നോക്കാവസ്ഥ അതുപോലെ തുടർന്നു. അന്ന് വരെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാടില്ല, അന്ന് വരെ നമ്മൾ പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാരുടെ സംസ്കാരം പാടില്ല, അവന്റെ സ്കൂളിംഗ് പാടില്ല, അവന്റെ സംസ്കാരത്തിനെതിരെ നമ്മൾ ചർക്ക ഉണ്ടാക്കിയിരുന്നു, അവന്റെ വസ്ത്രധാരണത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം തീർത്തിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നോക്കം പോയി. പക്ഷെ അന്ന് മുതൽ അധികാരത്തിൽ വന്ന ആരും ഈ മലബാറിന് സ്പെഷ്യൽ പാക്കേജുകൾ കൊണ്ടുവന്നില്ല. അന്ന് അധികാരത്തിൽ അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ പലരും ഈ മലബാറിൽ നിന്നുള്ളവരായിരുന്നിട്ട് പോലും ഈ മലബാറിന് വേണ്ട പരിഗണന ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ നാടിനകത്ത് നമ്മൾ ഒരുപാട് പിന്നോക്കം പോയി എന്ന് മാത്രമല്ല, മലബാറിനകത്ത് മലപ്പുറം ജില്ലയിൽ 60 ലക്ഷം മനുഷ്യരുണ്ടായിട്ടും നമുക്കൊരു പൂർണ്ണമായ മെഡിക്കൽ കോളേജ് ഇല്ല. 60 ലക്ഷം മനുഷ്യരുള്ള ഈ മലബാറിനകത്ത് 60 ലക്ഷം മനുഷ്യരുള്ള ഈ മലപ്പുറം ജില്ലയിൽ നമ്മളൊന്ന് ആലോചിക്കണം, നമുക്കൊരു തികഞ്ഞ മെഡിക്കൽ കോളേജ് ഉണ്ടോ? നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ട് നമുക്കില്ല. നമ്മുടെ സർവകലാശാല, കോഴിക്കോട് സർവകലാശാല, ഇവിടെ +1 സീറ്റുമായി ബന്ധപ്പെട്ട് ഒന്ന് ആലോചിക്കണം. ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും 60% മാർക്കുള്ള കുട്ടിക്ക് സയൻസിന് അഡ്മിഷൻ ലഭിക്കുമ്പോ ഈ മലപ്പുറം ജില്ലയിലെ 85-നും 90-നും മേലെ സീറ്റ് മാർക്കുള്ള കുട്ടിക്ക് സയൻസിനും അവരാഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കും അഡ്മിഷൻ കിട്ടാതെ പോകുമ്പോ ആ +1 അഡ്മിഷന്റെ കാലത്ത് മാത്രം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ സമരം നടത്തുന്ന സമരാഭാസത്തിന്റെ കാലത്ത് എന്തുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് ഈ നാടിനോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 60 ലക്ഷം മനുഷ്യർക്ക് ഇവിടെ സീറ്റില്ല, 60 ലക്ഷം മനുഷ്യർക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് ഇല്ല. ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന കോഴിക്കോട് സർവകലാശാലക്ക് കീഴിൽ 500-ൽ മേലെ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടും അതിനൊരു സംവിധാനം, എന്തിനധികം അതിനൊരു രണ്ടാമതൊരു ക്യാമ്പസ് ഉണ്ടാക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകാതിരിക്കുമ്പോ ആരാണ് ഇതിന് നേതൃത്വം നൽകേണ്ടത്? ആരാണ് ഇതിനെതിരെ ചോദ്യം ഉന്നയിക്കേണ്ടത്? ഇവിടുത്തെ മനുഷ്യരാണ്. ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാ വർഗീയതക്കുമെതിരായി എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് മലപ്പുറത്തിന്റെ വിശിഷ്യ മലബാറിന്റെ ഈ പിന്നോക്കാവസ്ഥ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരോട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക്, നിങ്ങളുടെ പതിനാവസ്ഥക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ നമ്മൾ മെഡിക്കൽ കോളേജ് എന്ന് വിളിക്കുമ്പോ അതിന് പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ഈ സമരവുമായി
ശക്തമായി മുന്നോട്ട് പോകണം. ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് അവരുടെ കുന്നി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അവരോട് പറയാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് മലബാറിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലകൾ വിഭജിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല ഉണ്ടാക്കണം. തിരൂർ ജില്ല പ്രഖ്യാപിക്കണം. അവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം. ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വേണം.